ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. UDF സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് അന്തിമ തീരുമാനത്തിനായി ഹൈക്കമാൻഡ് നിരീക്ഷകരെ ഇന്ന് തീരുമാനിക്കും. സംസ്ഥാനത്ത് വൻ വിജയം നേടിയ UDF സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. അന്തിമ തീരുമാനത്തിനായി ഹൈക്കമാൻഡ് നിരീക്ഷകരെ ഇന്ന് തീരുമാനിക്കും. 2020യും BJPയും ഒരു കുടുംബം പോലെ രാഷ്ട്രീയ പ്രവർത്തനവുമായി തന്നെ മുന്നോട്ടു പോകും അഞ്ജലി നായർ. തൃപ്പൂണിത്തുറയുടെ ചരിത്രത്തിലെ നല്ലൊരു വോട്ട് ശതമാനം നേടുവാൻ തനിക്ക് കഴിഞ്ഞെന്ന് 2020 സ്ഥാനാർത്ഥിയായിരുന്ന അഞ്ജലി നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ആളല്ലാതായിട്ടും ഇത്രയും വോട്ട് ശതമാനം ഉയർത്തുവാൻ കഴിഞ്ഞു. 2020യും BJPയും ഒരു കുടുംബം പോലെയാണെന്നും രാഷ്ട്രീയ പ്രവർത്തനവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അഞ്ജലി നായർ പറഞ്ഞു. ബംഗാളിൽ BJP സർക്കാർ രൂപീകരണത്തിലേക്ക് അതിവേഗം കടക്കും. ആരാകും മുഖ്യമന്ത്രി എന്നതിൽ ആകാംക്ഷ. ബംഗാളിൽ ചരിത്രത്തിലാദ്യമായി അധികാരം പിടിച്ച BJP സർക്കാർ രൂപീകരണത്തിലേക്ക് അതിവേഗം കടക്കും. ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് പല പേരുകളാണ് സാധ്യതാ ലിസ്റ്റിൽ. വനിതാ മുഖ്യമന്ത്രിയെ BJP പരിഗണിച്ചേക്കും എന്നാണ് സൂചന. കേവല ഭൂരിപക്ഷം തികയ്ക്കുവാനുള്ള ശ്രമത്തിൽ വിജയ്. കോൺഗ്രസുമായി ചർച്ചകൾ ആരംഭിച്ചുവെന്ന് സൂചന. തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ചുവെങ്കിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. 108 സീറ്റുകളാണ് TVK നേടിയത്. രണ്ട് മുന്നണികളിലെയും ചില പാർട്ടികളെ ഒപ്പം കൂട്ടി കേവല ഭൂരിപക്ഷം തികയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് വിജയ്. കോൺഗ്രസുമായി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് സൂചന. മെസ്സി തോൽപ്പിച്ചയാളോ? മണ്ഡലം മാറിയിറങ്ങിയിട്ടും തിരൂരിൽ V അബ്ദുറഹ്മാന് ഏറ്റത് കനത്ത പ്രഹരം. മണ്ഡലം മാറിയിറങ്ങിയിട്ടും തിരൂരിൽ V അബ്ദുറഹ്മാന് ഏറ്റത് കനത്ത പ്രഹരം. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും UDFന് വെല്ലുവിളി ഉയർത്തുവാൻ അബ്ദുറഹ്മാന് സാധിച്ചില്ല. ചരിത്ര ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗിന്റെ കുറുക്കോളി മൊയ്തീൻ V അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ 2 തവണ താനൂരിൽ നിന്നും V അബ്ദുറഹ്മാൻ വിജയിച്ചിരുന്നു. ഇത്തവണ മത്സരിക്കുവാൻ ഇല്ലെന്നായിരുന്നു നിലപാട്. എന്നാൽ CPIM താനൂരിൽ തന്നെ അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പ്രതിഷേധിച്ച് മാറി നിന്ന അബ്ദുറഹ്മാൻ പ്രചാരണത്തിന് ഇറങ്ങിയില്ല. ഒടുവിൽ തിരൂരാണെങ്കിൽ മത്സരിക്കാമെന്ന നിലപാടെടുക്കുകയായിരുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ദീദി വീണു, ഇനി സുവേന്ദു അധികാരി. ബംഗാളിൽ അക്കൌണ്ട് തുറന്ന CPIM. 15 ആണ്ട് നീണ്ട തൃണമൂൽ ഭരണം അവസാനിപ്പിച്ച് ബംഗാളിൽ BJP അധികാരം പിടിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമാണ് BJP തരംഗത്തിൽ തോറ്റത്. 200-ലേറെ സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. ധോക്കിയിൽ മണ്ഡലത്തിൽ ജയിച്ച മുസ്തഫിസുർ റഹ്മാനിലൂടെ CPIM ബംഗാളിൽ വീണ്ടും അക്കൌണ്ട് തുറന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 10-ന് ശേഷം. വിജയത്തിളക്കം നഷ്ടപ്പെടാതിരിക്കുവാൻ സത്യപ്രതിജ്ഞ വേഗത്തിൽ നടത്തുവാൻ ആലോചന. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 10-ന് ശേഷം. AICC നിരീക്ഷകർ എത്തി MLA-മാരെ കണ്ട ശേഷം നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചേക്കും. ഡൽഹിയിൽ നിന്നും തീരുമാനം വന്ന ശേഷമേ സത്യപ്രതിജ്ഞ തീയതി നിശ്ചയിക്കൂ. വലിയ ഭൂരിപക്ഷത്തിന്റെ തിളക്കം നഷ്ടപ്പെടാതിരിക്കുവാൻ സത്യപ്രതിജ്ഞ വേഗത്തിൽ നടത്തുവാനാണ് ആലോചന. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.